നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മലമ്പുഴ ആനക്കല്ലിലെ കർഷകന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം അവരെ സാന്ത്വനപ്പെടുത്തി പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇപ്പം നെല്ലിൻ്റെ നെൽകർഷകർ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ പച്ചക്കറി കൃഷി ബാക്കി എല്ലാ സാധനവും വലിയ ഇതിലാണ്. ഇപ്പോൾ ഏലം മുഴുവൻ പോയി. പച്ചത്തേങ്ങ സംഭരണവും കൃത്യമായിട്ട് നടക്കുന്നില്ല. മറ്റേ ഇവിടെ 50,000 ടണ്ണാണ് നമുക്ക് സംഭരിക്കാനുള്ള ഇതുള്ളത്. 10,000 ടണ്ണാണ് നമ്മളാകെ സംഭരിച്ചത്. തമിഴ്നാട് 50,000 സംഭരിച്ച് പിന്നെ 25,000 കൂടി അഡീഷണൽ സംഭരിക്കാനുള്ള അനുവാദം മേടിച്ച് 75,000 ടണ്ണ് സംഭരിച്ചത്. എല്ലാ കാർഷിക മേഖലയിലും ഇതുണ്ട്. നമ്മളിത് ഗൗരവമായിട്ട് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചർച്ച ചെയ്യുന്നുണ്ട്. പരമാവധി നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ പ്രധാന പ്രശ്നം ഒരു വർഷം കൊണ്ടുണ്ടായതല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്ന കൃഷിനാശം. അവർ കഴിഞ്ഞ വർഷം 1000 വാഴ വെച്ചു. 1000 വാഴയും പോയി. പിന്നെ ഈ പ്രാവശ്യം പാവൽ നട്ടു. പാവൽ മുരടിച്ചു പോയി. അത് പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും വെച്ചു. അത് ശരിയായില്ല. അപ്പോൾ തുടർച്ചയായിട്ട് ഉള്ള ഇത് ബാങ്കിൽ നിന്ന് കുട്ടികളുടെ സ്വർണം വരെ പണയപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സങ്കടവും ബാങ്കിൽ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സങ്കടം എല്ലാം കൂടിയാണ് ആത്മഹത്യ ചെയ്തത്. ഈ ചെറുകിട കർഷകരുടെ സ്ഥിതി ഭയങ്കര ദയനീയമാണ്. ഇതൊന്നും സർക്കാർ ഒരു കർഷക ആത്മഹത്യയായിട്ട് കണക്കാക്കുന്നില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് ഈ മന്ത്രി പറഞ്ഞത് നിങ്ങളിങ്ങനെ ആത്മഹത്യ എന്ന് പറയല്ല, അതങ്ങനെ ഒരു ട്രെൻഡാവും എന്ന് പറഞ്ഞു. പക്ഷെ ആത്മഹത്യ അല്ലാതാവും. വേറെ കാരണം കൊണ്ടല്ലല്ലോ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ഉദാഹരണം, നമ്മളാരുടെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം 5-6 കൊല്ലം കൂടി ഉണ്ടായ നമ്മൾ തന്നെ ജയിച്ചു. അതേ സ്ഥിതിയല്ലേ ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. അവരിപ്പോൾ പറയണ കേട്ട് കഴിഞ്ഞിട്ട് അവരിങ്ങനെ സ്ഥലത്തിൻ്റെ മുഴുവൻ പട്ടയം പോലും കിട്ടിയിട്ടില്ല. ബാക്കി പോയി പല സ്ഥലത്തുനിന്നും പാട്ടത്തിനെടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. മകളുടെ സ്വർണം 2 മക്കൾ കല്യാണം കഴിച്ചു പോയ മകളുടെ സ്വർണം പണയപ്പെടുത്തിയിട്ട് ചെയ്യുകയാണ്. ബാങ്കിലെ പൈസ കൊടുക്കാറുണ്ട്. അതിങ്ങനെ കൂടുന്നു. സ്വന്തമായിട്ടുള്ള വന്യമൃഗങ്ങളുടെ അത് ഞാൻ പറയാൻ പറ്റും. വന്യമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം കൂടി എന്ന് വെച്ചാൽ അതിൻ്റെ മീതെയാണ് ഈ വരൾച്ചയും ഈ മഴയും എല്ലാം. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രമായ ഒരു കാർഷിക പാക്കേജ്, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ്. ഈ വിള ഇൻഷുറൻസിൻ്റെ ഈ കുടിശ്ശിക കൊടുക്കാനുള്ളത് കോടികളാണ്. 51 കോടി രൂപയാണ് വിള ഇൻഷുറൻസിൻ്റെ കുടിശ്ശിക കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപയുടെ ആകെ കൊടുത്തത്. 51 കോടി കൊടുക്കാനുള്ളടുത്ത് 6 ലക്ഷം രൂപ 662 കൊടുത്തത്. ഇതൊക്കെ നമ്മൾ മുഴുവൻ കാര്യങ്ങളും നമ്മൾ നിയമസഭയ്ക്കകത്തും നമ്മളെ പുറത്തും ശക്തമായിട്ട് ചെല്ലുന്നുണ്ട്. ചെറിയ വിഷയങ്ങൾ വരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു കാർഷിക പാക്കേജും ഒരു കോമ്പൻസേഷൻ പാക്കേജും ചെയ്ത 500 കോടിയോളം രൂപ ഇപ്പോൾ കൊടുക്കാൻ 5-6 മാസത്തോളമാണ്. അത് എല്ലായിടത്തും അതെ പ്രശ്നം. ഇപ്പോൾ പാഡി റെസീറ്റ് ഷീറ്റാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ ഇപ്പം അതിനൊരു പ്രശ്നമുണ്ട്. ബാങ്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സർക്കാർ കൊടുക്കേണ്ടതിന് ബാങ്കും സർക്കാരും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് നേരത്തെ കൊടുക്കുകയാണ്. സർക്കാർ ബാങ്കിൽ സമയത്ത് കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? കർഷകൻ്റെ കിട്ടാക്കടമാക്കി ബാങ്ക് മാറ്റിയിട്ട് കർഷകൻ്റെ സിബിൽ സ്കോർ താഴോട്ട് പോകാം. അവന് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റില്ല. അവൻ്റെ കടമല്ല ശരിക്ക്. അവന് സർക്കാർ സംഭരിച്ചിട്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ നെല്ല് സംഭരിച്ചിട്ട് കൊടുക്കേണ്ട പണം ബാങ്കിൽ നിന്ന് മേടിച്ചു എന്നേ ഉള്ളു. എന്നിട്ട് ഈ കുട്ടനാട് ഒരു കർഷകൻ, ഞാൻ ആ വീട്ടിൽ പോയതാണ്, ആത്മഹത്യ ചെയ്തത് സിബിൽ സ്കോർ താഴോട്ട് പോയി വേറെ ആവശ്യത്തിന് കടമെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കർഷകൻ്റെ ഇപ്പോൾ കർഷകർ പറയുന്ന പ്രധാന ഒരു പരിപാടി അവർക്ക് കൃഷി ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ്. അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് അതിൻ്റെ പുറകെ നടക്കണം. വലിയ വല്ലാത്ത ഒരിക്കലും നമ്മൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഗതികേടില്ല. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആളുകൾ ഈ മേഖലയിൽ നിൽക്കുന്നത്. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആൾ എറിഞ്ഞിട്ട് പോയാൽ ആ സ്ഥിതിയാണ് എല്ലാ രംഗത്തും.